അതാ ഞാൻ താമുഖത്തിൽ പറഞ്ഞത്. അങ്ങനെ ഒരു പ്രണയം രാഹുലും വളരെ പ്രാക്ടിക്കലായിട്ടുള്ള ഒരാളാണ്. അതെ, ഏജ് കഴിഞ്ഞു ഏജ്, ആ ഒരു വിവാഹം അങ്ങനെ നമ്മളൊരു കൗമാര പ്രണയത്തിന്റെ ഒന്നും കാലമല്ലായിരുന്നു. അതുകൊണ്ട് ഇവര് രണ്ടുപേരും വളരെ, എനിക്കൊന്ന് KS പ്രസാദേട്ടൻ അതിനുശേഷം അറിയായിരുന്നു തോന്നുന്നത് ആ സമയം. ഇല്ല, ഇത് വന്നപ്പോ തന്നെ ഞാൻ പറഞ്ഞു പിഷാരടിനോടൊന്ന് ഞാനും ചോദിക്കട്ടെ എന്നും പറഞ്ഞ് പിഷാരടിനെ വിളിച്ച്. വളരെ സപ്പോർട്ടായിരിക്കും രണ്ടുപേർക്കും, രണ്ടാളും. നമുക്കും ഇത് രാഹുലും അപ്പോൾ ഇച്ചിരി ഇങ്ങനെ വിവാഹം കഴിച്ചിട്ടില്ല, ആ സമയത്ത് മുഴുവൻ പ്രോഗ്രാം ഒക്കെ ആയിട്ട് പോയിട്ടുള്ളതുകൊണ്ട് കഴിച്ചിട്ടില്ല. ആകാന്നുള്ള ഉത്തരം ഞാൻ രണ്ടുപേരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിഷാരടിയാണ് അതിനകത്തൊരു ഇത് പറയണത്. പിന്നെ ഇവരുടെ വീട്ടുകാർക്ക് പ്രശ്നമൊന്നുമില്ല. അപ്പം എനിക്ക് ഇപ്പം എൻ്റെ വീടായിട്ട് ഒരു 15 മിനിറ്റിൻ്റെ ഒക്കെ വ്യത്യാസമുള്ളൂ ഇപ്പോൾ പുതിയ റോഡ് വരുന്നതോടുകൂടി. അതെ, പക്ഷേ അങ്ങോട്ട് റെഡി ആയില്ല. പിന്നീട് ജാർഖണ്ഡ് ഷോ ഇപ്പോൾ പറഞ്ഞു, ജാർഖണ്ഡിലേക്ക് പോകുന്നു. അപ്പോഴും യൂട്യൂബിൽ വർക്ക് ചെയ്യണം, അങ്ങനെ ഇവരുടെ ഇതൊക്കെ എടുക്കണമെന്ന് പറഞ്ഞ്. അപ്പോൾ സാജൻ ചേട്ടൻ എടുക്കണം, സാജൻ ചേട്ടൻ എടുക്കാണ്ട് പരാതിയായത്. രണ്ടുപേരുടെയും വീഡിയോ ഞാൻ എടുക്കണം, രണ്ടുപേർക്കും യൂട്യൂബ് ചാനലുണ്ടേ, നീയും സൂഫിയും കൂടി പൊക്കോ ശരിയാക്കുക എന്നൊക്കെ പറഞ്ഞ് പുള്ളി പിണക്കോയി എന്നോട്. ഈ മഞ്ഞപ്പിത്തം ഉണ്ടല്ലോ ആ സമയത്ത്, ഇത് വെച്ചോണ്ട് ഒരു വൻ മല, ഒരു ക്ഷേത്രം, ഈ ധോനിയുടെ ഒക്കെ വീടിരിക്കുന്ന സ്ഥലമാണത്, ക്രിക്കറ്റ് പ്ലെയർ അല്ലേ, അവിടെ കയറി കിതച്ച് ആണ്. അപ്പം ഞാൻ കയറി അവിടെ നിന്ന് പോരാൻ പറ്റില്ല എന്നറിയാം. കണ്ണ് ചെറുതായിട്ട് എല്ലോ പോലെ ഇങ്ങനെ വന്നു പിടിക്കും. അങ്ങനെ തിരിച്ചു പോവാം. അത് അന്ന് വന്നിട്ട് അഡ്മിറ്റ് ആവണമെങ്കിൽ ഒന്നും കൂടി ഇതായനെ. പിന്നെ പെട്ടെന്ന് അഡ്മിറ്റായി ഒരു 25 ദിവസത്തോളം. അപ്പോൾ ഈ ഇപ്പോൾ കലാഭവൻ്റെ പ്രോഗ്രാമുള്ള നമ്മൾ ചെയ്യണം. അപ്പോൾ പ്രോഗ്രാമും കൂടുതൽ നടക്കുന്ന സമയം ഞാനപ്പോൾ പ്രോഗ്രാമിന് പോകും. അത് കഴിഞ്ഞിട്ട് അമ്മ ആശുപത്രിയിലുണ്ട്, അച്ഛനുണ്ട്, അവിടെ നിന്ന് അങ്ങോട്ട് ചെല്ലും. പിന്നെ ഈ പേപ്പറുകൾ റെഡിയാക്കാനൊക്കെ നമ്മൾ നടന്ന് കുറച്ച് കഷ്ടപ്പെട്ട്, എന്നാലിതേ ഇവരൊക്കെ സഹായിച്ച്. സുരേഷ് ചേട്ടൻ, ടിനി ചേട്ടൻ, എൽദോസ് കുന്നപ്പള്ളി. സുരേഷ് ചേട്ടൻ അത് സ്പീഡാക്കി. അതെ, ഒരു 7 ദിവസം കൊണ്ട് കിടക്കുന്ന ഒരു 3 ദിവസം കൊണ്ട് പെട്ടെന്ന് ആക്കി തന്നു സുരേഷ് ഗോപി ചേട്ടൻ. ശരിക്കും ഇതിന് ട്രാൻസ്പ്ലാന്റിന് ഒരു 3 മാസമൊക്കെ എടുക്കും. അസുഖം വരുന്ന ഏതൊരാൾക്കും മാറും എന്നൊരു പ്രതീക്ഷയുണ്ടല്ലോ, ആ പ്രതീക്ഷയിലാണ് സുബി ഇത് ആരെയും അറിയിക്കരുത് എന്ന് പറയുന്നത് അല്ലേ? അതല്ല, ഇതിനു മുമ്പ് 2 തവണ പോയപ്പോഴൊക്കെ പുള്ളി ഇങ്ങനെ അവിടെ നിന്ന് പ്രശ്നങ്ങളില്ലാതെ പോന്നിട്ടുണ്ട്. മൂന്നാമതും അങ്ങനെ വരും എന്ന് പ്രതീക്ഷിച്ച്, അങ്ങനെ പ്രതീക്ഷിച്ചാണ് പോയത്. അങ്ങനെയാണ്. അപ്പൊ തിരിച്ചു വരും എന്നുള്ള കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. വന്നിട്ട് ഒരുപാട് പരിപാടികൾ പിടിച്ചു വെച്ചേക്കെ, ഒത്തിരി പരിപാടി കേരളത്തിൽ അങ്ങോളം അങ്ങോളം നമ്മള് കലാഭവന്റെ സ്ഥിരം ആർട്ടിസ്റ്റായി മാറി. നമുക്ക് ഈ സമയത്ത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു ആർട്ടിസ്റ്റിന്റെ അമ്മയോട് കേരളത്തിലുള്ള മിമിക്രി കലാകാരന്മാർക്ക് ആത്മബന്ധമുണ്ടെങ്കിൽ അതിൽ ഏറ്റവും കൂടുതൽ ആത്മബന്ധമുള്ള ഒരാൾ, ഏറ്റവും കൂടുതൽ സ്റ്റേജിന്റെ ബാക്കിൽ വന്നിട്ടുള്ള ഒരാൾ, ഞങ്ങളെയൊക്കെ വെച്ച് ഷോസ് കോർഡിനേറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ നമുക്ക് ധൈര്യമായി കാര്യങ്ങൾ ഏൽപ്പിക്കാവുന്ന, സുബിയോട് എങ്ങനെ സംസാരിക്കുന്നോ എങ്ങനെ പെരുമാറുന്നോ അതുപോലെയൊക്കെ തന്നെ പെരുമാറാവുന്ന ഒരാളാണ് അംബിക ആൻറ്റി. സുബിയുടെ അമ്മ അംബിക ആൻറ്റിയെ ഞാൻ ഈ അവസരത്തിൽ ഓർമ്മയിലെത്തും സുബി എന്ന് പറയുന്ന ഈ പങ്ക്തിയിലേക്ക് ക്ഷണിക്കും. അംബിക ആൻറ്റി, ഞങ്ങളിങ്ങനെ സുബിയെ പറ്റി ഇങ്ങനെ സുബി സ്റ്റേജിൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മുടെ ഒരു സുബിയെ പറ്റി പറഞ്ഞതിൻ്റെ ഇടയിൽ എവിടെയോ ഞാൻ പറഞ്ഞു, സുബിക്ക് ഒരു സെൽഫ്ലെസ് എന്ന് പറഞ്ഞൊരു വാക്കാണ് പറഞ്ഞത്. സുബി ഒരു സമയത്തും അവനവൻ എന്ന് പറയുന്നൊരു കാര്യം ചിന്തിച്ചിട്ടില്ല അല്ലേ? അത് ചെറുപ്പം തൊട്ടേ അങ്ങനെ ആയിരുന്നോ അതോ? ചെറുപ്പം തൊട്ട് അങ്ങനെയാണ്. എന്ത് കാര്യവും നമ്മളോട് ചോദിച്ചിട്ട്, എന്നിട്ട് ചിലപ്പോൾ അഭിപ്രായ വ്യത്യാസം ഉണ്ടായി പുള്ളിക്കാരത്തി പറഞ്ഞത് തന്നെ എടുക്കും, എങ്കിലും നമ്മളോട് ചോദിക്കാതെ ചെയ്യില്ല. പിന്നെ ചോദിക്കുന്ന ആളാണ് വിഷാരടിയെ വിളിച്ച് ചോദിക്കും. മറ്റേ സിനിമയിലൊക്കെ നടക്കുമ്പോൾ അന്നേരം പറഞ്ഞില്ല, ഡാൻസിച്ചോട് ചോദിച്ചിട്ടേ ചെയ്യുള്ളൂ എന്ന് പറയും. ഒരു പ്രോഗ്രാം വന്നാൽ ആദ്യം അവിടെ ചോദിക്കട്ടെ, സിനിമയുടെ ഡേറ്റ് നോക്കിയിട്ട് ഡേറ്റ് കൊടുക്കുള്ളൂ. അങ്ങനെ നമ്മളൊരു പ്രോഗ്രാം ഏറ്റാൽ അതിനോടൊരു കമ്മിറ്റ്മെന്റ് ഉണ്ടായി. അല്ലാതെ എന്ത് വേണമെങ്കിലും ഇങ്ങനെ നമ്മളോട് ഒരു ഡ്രസ്സ് എടുക്കണമെങ്കിൽ പോലും ഞാൻ പോയി എടുത്തുകൊണ്ട് വന്നിട്ട് ഞാൻ ഇട്ട് നോക്കിയിട്ട് ഇവർക്ക് പാകായിൽ പിറ്റേ ദിവസം ഞാൻ തന്നെ മാറിക്കൊണ്ട് വന്നു കൊടുക്കണം. അതിന് ഭയങ്കര ഈ പ്രോഗ്രാമിന് പോണതല്ലാണ്ട് എങ്ങനെ ഷോപ്പിങ്ങിന് പോണതൊക്കെ എന്നാൽ പുറത്തൊക്കെ പോയിട്ട് വരുമ്പോ എന്തെങ്കിലും. സുബി സുരേഷ് എന്ന ഞങ്ങളുടെ സഹപ്രവർത്തകയുടെ ഓർമ്മകളുമായി അഭിനേതാവ്, ഹാസ്യതാരം, വേദികളിൽ ഒരുപാട് കൈഡികൾ വാങ്ങിക്കൂട്ടിയിട്ടുള്ള പ്രിയപ്പെട്ട ജാഫർ ഖാൻ. ഞാൻ വിളിച്ചോണ്ടിരുന്ന ചെറുക്കമ്പെണ്ണെന്നാണ് ഞാൻ വിളിച്ചോണ്ടിരുന്നത്. അതായത് പെൺകുട്ടിയാണെങ്കിലും എനിക്കൊരു പയ്യനായിട്ട് അങ്ങനെ ഒരു ചൂടും ശുഷ്കാന്തിയും, സംസാരത്തിൽ വരെ നല്ല ആധികാരികതയും നല്ല ബഹുമാനവും
അവസാനം ഇവരുടെ മരണം നടക്കുമ്പോൾ ഞാൻ ദുബൈയിൽ നിവിൻ പോളിയുടെ പടത്തിലായിരുന്നു. ഞാൻ ഒറ്റയ്ക്ക് റൂമിലിരിക്കുമ്പോൾ എനിക്ക് മെസ്സേജ് വരുമ്പോഴാണ് ഞാൻ പെട്ടെന്ന് ഒരു അക്വേഷ്യ മരം നിൽപ്പുണ്ടായിരുന്നു എൻ്റെ പുറത്ത്. ഞാനത് ജനൽ തുറന്നിട്ട് അതിലേക്ക് നോക്കി നിന്നിട്ട് ഞാൻ അതിലിങ്ങനെ ആ കൊച്ചിനെ ഇങ്ങനെ ഇതൊക്കെ കണ്ട് 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 കുറച്ച് കരയുകയും ചെയ്തു. അപ്പം അങ്ങനെയൊക്കെയാണ് സുഖമായിട്ടുള്ള. ഏതായാലും നിത്യശാന്തി കൊടുക്കട്ടെ. നമ്മുടെ മുകളിൽ നിന്ന് കേൾക്കുന്നുണ്ടായിരിക്കും, സ്വർഗത്തായിരിക്കും, അവിടെയും കലാകാരിയായിട്ട് ജീവിക്കട്ടെ.